നമ്മുടെ ഒരു മലയാളി ഇവിടെ വന്ന് ജീവിക്കുകയാണെങ്കിൽ എത്ര കോസ്റ്റ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞു പോണപ്പോ ബ്ലൂസാറിന് വില കാണിച്ചിട്ടുണ്ട്. ഈ കഷ്ണത്തിനാ മാതള നാരങ്ങ വെള്ളം കുടിക്കെങ്കിൽ കാശ് നോക്കളെ. ഇത് സംഭവം ബീഫല്ലേ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയ്ക്ക് റേറ്റ് ആയിട്ടുള്ള ബീഫ് നിങ്ങൾ കാണാം. ഇവർക്കുള്ള 3 പിള്ളേരൊക്കെ പഠിപ്പും ഗ്രോസറി ഒക്കെ മേടിക്കുമ്പോൾ എന്തൊരു പേര് ഒരു മാസം 7 കടലും താണ്ടി നമ്മൾ മലയാളി ഫുഡ് കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിന് വേറൊരു പവർ ഉണ്ടാവും. കരീബിയനായിട്ട് കാണുമ്പോൾ ആണിലേതൊക്കെ ആയിരിക്കും അത്യാവശ്യം ആണിട്ടാ. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ ടർക്സ് ആൻഡ് കൈക്കോസിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരു ടർക്സ് ആൻഡ് കൈക്കോസ് മൂഡിലെല്ലാം നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ പിള്ളേരെ ഒരു ഹോക്കി മത്സരം കാണാൻ വേണ്ടി വന്നിരിക്കുക. ഇത് വന്നപ്പോൾ എന്തായാലും നിങ്ങൾ കാണിക്കണം തോന്നിട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ റോളർ സ്കേറ്റിംഗ് ഹോക്കി കാണാൻ വേണ്ടി വന്നത്. അടിപൊളിയാണ് പിള്ളേരൊക്കെ. ഞാൻ നമ്മുടെ പെൺകുട്ടിയുടെ അവ കളി കണ്ടപ്പോൾ എൻ്റെ ബോധം പോയിട്ടോ. എത്ര നാളെ അവർ കളിച്ചു തുടങ്ങിയിട്ട്? 3 ദിവസമായി കളിച്ചു. പക്ഷെ അവളൊക്കെ നമ്മൾ കാണുന്ന പോലെയല്ല, ജമ്പറാണല്ലോ അല്ലേ. അവർ നന്നായിട്ട് കളിച്ചുട്ടാ. ഞാൻ നിങ്ങളുടെ ഇപ്പം ഇതിലുള്ള വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. അതിൽ 27ഉം 31 അവരുടെ ജേഴ്സി നമ്പർ. അവളൊക്കെ പറക്കണ കാണുമ്പോൾ ബോധം പോയി ചെയ്യുന്നത്. അവളെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ അത്ര കളിക്കുന്നത് വിചാരിച്ചില്ലാട്ടോ. ഇനി നമ്മളിവിടുത്തെ ജീവിതം ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിക്കാൻ പോണ്. ഇവിടെ താമസിക്കാൻ കോസ്റ്റ്ലി ആണോ, ഇവിടെ സാധനങ്ങൾക്ക് വില കൂടുതലാണോ, ഇവിടെ ജോലി സാധ്യതകളുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോണത്. ട്രാവലിസ്റ്റയുടെ ടർക്സ് ആൻഡ് കൈക്കോസിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പിള്ളേരെ കളി കഴിഞ്ഞു. ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ കളി 2-0 അവർ ജയിച്ചു കേട്ടോ. അപ്പോൾ അവരുടെ സീനിയേഴ്സിൻ്റെ കളി നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. വേണ്ട ഈ കളി നടന്നുകൊണ്ടിരിക്കട്ടോ. ഫുൾ ടീമാണ് കേട്ടോ. മാൻ യു ഡൺ എ ഗുഡ് ജോബ് മാൻ. പിള്ളേർ വേറെ ലെവൽ കേട്ടോ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നത് അടുത്തൊരു സെക്ഷൻ നമ്മൾ കാണിക്കുന്നത് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലാണ്. കരീബിയനിൽ ഈ ടർക്സ് ആൻഡ് കൈക്കോസിൽ ഇവരെങ്ങനെ ജീവിക്കുമെന്ന് അറിയണ്ട, അതൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നി, അതുകൊണ്ട് കാണിക്കാൻ പോകുന്നതാണ്. നമ്മളും ഒരു സ്പോർട്സ് താരവും അല്ലെങ്കിൽ നമ്മളൊരു കളിപ്രേമി ആയതുകൊണ്ടും നമുക്ക് ഈ സ്റ്റേഡിയം കാണുമ്പോൾ ഒരു പ്രത്യേക ലഹരി കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ടർക്സ് ആൻഡ് കൈക്കോസിൻ്റെ റേഞ്ചിലേക്ക് എത്തിയിട്ട് തിരിച്ച് സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് നമുക്ക് റൈഡ് കിട്ടില്ലല്ലോ ചോദിച്ചാൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണതേ നമ്മുടെ ഒരു മലയാളി ഇവിടെ വന്ന് ജീവിക്കുകയാണെങ്കിൽ എത്ര കോസ്റ്റ്, എത്ര എക്സ്പെൻസ് ഒരു മാസം ഇവിടെ ചിലവിന് നമ്മൾക്ക് മാറ്റി വയ്ക്കണം എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മൾ ഓരോ ഭാഗമായിട്ട് നമ്മൾ കാണിക്കണം അല്ലേ. കാണിക്കാം. ബോധം പോരുത്. ബോധം പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഗ്രേസ് വേ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കട്ടെ. ഇവിടുത്തെ നമ്മുടെ അമേരിക്കയിലെ വാൾമാർട്ട് പോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണെന്നുള്ള അല്ലേ. വാൾമാർട്ട് പോലെ എന്ന് പറയാം. ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ടോ? നമ്മൾ ഇന്നാ ഞാൻ തന്ന ഫ്ലൈറ്റ് ആണെന്ന് കേട്ടോ. നമ്മൾ നമ്മുടെ നാട് വിട്ട് പോണ പ്രവാസികളെ പുറം നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുമ്പോൾ പല ആൾക്കാരും പറയും എന്ത് സുഖം അവർക്ക് ജീവിക്കാനായിട്ട്, എത്ര രൂപയാണ് അവർക്ക് കിട്ടണ ശമ്പളം കിട്ടണമെന്ന് അല്ലേ. അപ്പൊ നമ്മള് ആ ഒരു ചിന്ത ഇപ്പം മാറ്റി തരാനുള്ളൊരു മൂടാണ് ആദ്യത്തെ സെക്ഷനിൽ. പിന്നെ മാറ്റാൻ കുറേ സാധനം ഉണ്ടെന്നാലും നമ്മൾ അതിലേക്ക് എത്തണം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ പല ആളുകളിരിക്കും ഇതിനെന്തിനാണ് നിങ്ങളിപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോകണേ, നാട്ടിലെന്നെ നിന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിരിക്കണം. ആ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ആദ്യം ഒരു ഫ്രൂട്ട് സെക്ഷനിലേക്ക് എത്തിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 1 കിലോ മുന്തിരി മേടിക്കാനായിട്ട് $15 2.5 LBക്ക് കേട്ടോ. $15 എന്ന് പറയുന്നത്. നമ്മളിന്നെ ഇവിടുത്തെ ഓരോ ജീവിത ചെലവിൽ നമുക്ക് വേണ്ട സാധനങ്ങളുടെ ഒരു റേറ്റ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. 1 കിലോ തക്കാളിക്ക് 1 കിലോയ്ക്ക് 2.60 കേട്ടോ. ആലോചിക്കാൻ പറ്റും. ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു 200 രൂപയ്ക്ക് മുകളിൽ 1 കിലോയുടെ ഇപ്പം 400 കേട്ടോ. നമ്മളിത് അമേരിക്കയിലും അല്ലെങ്കിൽ ബാക്കിയുള്ള യൂറോപ്പിലൊക്കെ യാത്ര ചെയ്തപ്പോൾ കണ്ട റേറ്റിനേക്കാളും 2-3 ഇരട്ടിയുണ്ട്. അത് കാരണം നിങ്ങൾക്ക് കാണിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അമേരിക്കയിലൊക്കെ യാത്ര ചെയ്തപ്പോൾ വില കൂടുതലൊക്കെ തന്നെ, പക്ഷേ അതിൻ്റെ 2% 2 ഇരട്ടി വിലയുള്ള സാധനങ്ങൾക്ക് ഇടാം. അപ്പോൾ കുറച്ച് ആൾക്കാർ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു കുക്കമ്പർ തോന്നണം. ഒരു കുക്കമ്പർ മേടിച്ച് തന്നാന്ന് പറഞ്ഞാണ്ടല്ലോ അപ്പോൾ പറയണ്ട. ഒരു കുക്കമ്പറിൻ്റെ റേറ്റ് നമ്മൾ കാണുന്നത് 4.59 × 86 നോക്കിയോട്ടാ.
ഏകദേശം ഒരു 300 രൂപ കേട്ടോ ഒരു കുക്കുംബർ മേടിച്ച് കഴിക്കണമെങ്കിൽ. UK ആണെങ്കിൽ ഒരു പൗണ്ടിന് ഒരു കുക്കുംബർ കിട്ടും കേട്ടോ. 3 LB 1.5 കിലോ ആപ്പിളിൻ്റെ വിലയാണ് കാണുന്നത്. ഏകദേശം 5.65 കേട്ടോ 1.5 കിലോ ആപ്പിളിൻ്റെ. നമ്മളും ഫ്രൂട്ട്സ് കുറച്ച് നമുക്ക് വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു ബബ്ലൂസ് നാരങ്ങ മേടിച്ചാലോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് പോകണ ബബ്ലൂസ് നാരങ്ങ വില കാണിച്ചിട്ടാ $8 കേട്ടോ. അത് ഒരെണ്ണത്തിന് കൗണ്ടാണ് കേട്ടോ. അതിന് ഒരെണ്ണത്തിന് $8. ഏകദേശം 600 രൂപ ഈ സാധനത്തിൻ്റെ വില. നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നാട്ടിൻ്റെ വില മനസ്സിലാക്കുള്ളൂ എന്നുള്ളൊരു പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞല്ല കേട്ടോ. എന്നിട്ട് ഞാൻ ആരെങ്കിലും നാട്ടിൽ നിന്ന് വിട്ട് പോവാതിരിക്കണ്ട, എല്ലാവരും പോകണുണ്ട് കേട്ടോ. അങ്ങനെ അതാണ് എൻ്റെ യാഥാർത്ഥ്യം. നോക്കിയാൽ ഈ സാധനം നോക്കിയാൽ ഇത് ഈ പാക്കറ്റ് അതിനാണ് $7 ഈ കഷ്ണത്തിനാ. മാതള നാരങ്ങ ഇങ്ങനെ ചെറിയൊരു സംഭവത്തിലാക്കിയിട്ട് വെച്ചാൽ അവർ വില ഇട്ടിട്ടുണ്ട്. $7.35 കേട്ടോ മാതള നാരങ്ങ. കേസ് പറഞ്ഞത് വേറെ ഒന്നും പറയില്ല. മാതള നാരങ്ങ കേട്ടോ. കിവിയൊക്കെ ആണെങ്കിൽ കിവി ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് അമേരിക്കയിൽ രണ്ടെണ്ണത്തിന് $1 ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് $1 കണ്ടിട്ടുണ്ട്. ഇതുണ്ട് 6 $10 $10.39 കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? ഇനി ആ മാതള നാരങ്ങ മുഴുവനോടെ മേടിക്കുകയാണെങ്കിൽ ഇതുണ്ട മുഴുവനെ മേടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ $9 കേട്ടോ. അരക്കിലോനാണ് $10 കേട്ടോ. ഇതിങ്ങനെ മുഴുവൻ മേടിക്കുമ്പോൾ ചെറുനാരങ്ങ നമ്മുടെ നാട്ടിലത്തെ ചെറുനാരങ്ങ കേട്ടോ. ഇതൊരു ചെറിയൊരു പാക്കറ്റിന് 1 കിലോ ഉണ്ടാവില്ല. ഒരു 1/2 കിലോന് $6 കേട്ടോ. ഏകദേശം 1 കിലോന് 500 രൂപ കേട്ടോ. കിലോന് 1 കിലോന് 1000 രൂപ നാട്ടിലത്തെ വില വെച്ച് നോക്കുമ്പോൾ. നമ്മൾ ചീര ഒരു ബോക്സിൽ ഇതുണ്ട് 284 ഗ്രാം ചീരയുടെ വിലയിൽ നമ്മൾ കാണുന്നുണ്ട്. നോക്കിയാൽ വേണ്ട $11 കേട്ടോ. UK നമ്മൾ UK ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരു $1 1 പൗണ്ട് 1.5 പൗണ്ടിനൊക്കെ നമുക്ക് ചീര കിട്ടും. ഇവിടെ അത് നേരെ 10-11 പോയിട്ടോ. മീറ്റ് നമുക്കിനി മെയിനായിട്ട് ഇറച്ചി മീനൊക്കെ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത് സംഭവം ബീഫല്ലേ നിങ്ങൾ കണ്ടില്ല. 1.5 കിലോ ബീഫിൻ്റെ വില കാണാം കേട്ടോ. $85 കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പാടില്ല. സാൽമൺ ഫിഷ് 1 LB 1/2 കിലോ സാൽമൺ ഫിഷിൻ്റെ വിലയാണ് $27 കേട്ടോ. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന സൂപ്പർ മാർക്കറ്റ് ഇതിന് റേറ്റ് കുറവ് വേറെ സൂപ്പർ മാർക്കറ്റ് ഇല്ലല്ലേ. ഇവിടെയാണ് ഉള്ളത് ഏറ്റവും സൂപ്പർ ഇവിടേക്ക് തന്നെ വരണം. ബീഫ് ടെൻഡർ ലൈൻ സ്റ്റീക്ക് ചെയ്യാനായിട്ടുള്ള 2 വർഷം ബീഫ് സ്റ്റീക്ക് ചെയ്യണമെങ്കിൽ റേറ്റ് നോക്കി നോക്കിയാൽ $30 കേട്ടോ. നമ്മൾ ഇതൊരു കണ്ടന്റായിട്ട് വീഡിയോ ചെയ്യാൻ തോന്നിയത് ഇതുകൊണ്ട് തന്നെ കേട്ടോ. നമ്മൾ ബോധം പോയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയ്ക്ക് റേറ്റ് ആയിട്ടുള്ള ബീഫ് നമ്മൾ കാണാം. പോർക്കിന് 1 കിലോന് $8. അതൊരു സമാധാനം ഉണ്ടോ. കുറച്ച് പോർക്കിന് റേറ്റ് കുറവുണ്ട് ഇത്തിരി. അതേപോലെ ചിക്കൻ 2 കിലോ ബ്രസ്റ്റ് മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ $39 കേട്ടോ. ചിക്കൻ്റെ വിങ്സ് നമ്മൾ വിങ്സ് പ്രിയറാണ്. ചിക്കൻ്റെ വിങ്സ് 2.5 കിലോ വിങ്സിന് $31 കേട്ടോ. നമ്മൾ അമേരിക്കയിലത്തെ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യണം എത്ര റേറ്റ് അമേരിക്കയിലാണെന്നുള്ള കാര്യം. നാടായിട്ട് നമ്മളിപ്പോൾ പറയില്ലേ, നാടായിട്ട് നമുക്ക് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പ്രവാസികൾ പുറത്ത് ജീവിക്കുന്ന അമേരിക്കയിലും യൂറോപ്പിലും ദുബായിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതായിട്ട് കമ്പയർ ചെയ്യട്ടെ ഇവിടുത്തെ ലൈഫായിട്ട്. നമ്മൾ ചെറിയൊരു സാധ്യത കിട്ടുമ്പോഴേക്കും ഓടിച്ചാടി കയറി പോകുമ്പോഴേ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള ജീവിത ചിലവുകൾ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നിൽക്കണോടത്ത നല്ലത് നമ്മൾ ചില സമയത്ത് നമുക്ക് തോന്നി പൂട്ടാ. ഇത് 2 നമ്മൾ വീട്ടിൽ മേടിക്കുന്നത് ഈ കോഴിയാണോ? $17 കേട്ടോ. ഇവിടെ UK ഒരു $5, $6, $5 ഒക്കെ വാങ്ങണത് ഇവിടെ 17 പോട്ടാ. 17 എന്ന് പറയുമ്പോൾ 2 കിലോ ഇറച്ചിക്ക് നമ്മുടെ നാട്ടിലത്തെ 1400 രൂപ 1500 റേഞ്ചിലേക്ക് പോട്ടാ. 2.5 കിലോ ചിക്കൻ്റെ കേസാ പറഞ്ഞേട്ടാ. ഇപ്പം ആ നേരത്തെ നമുക്കൊരു ബണ്ണ് മേടിച്ച് കഴിക്കണം. ചായ കുടിക്കുമ്പോൾ 2 ബണ്ണ് മേടിക്കാൻ നിൽക്കുമ്പോൾ അപ്പം പോകും $5 കേട്ടോ. ഏകദേശം 450 കേട്ടോ. ചായ പോലും കുടിക്കുന്നൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. ഇനി നമ്മൾ ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ മുട്ട നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധനം മാത്രം അധികം കാണിക്കണല്ലോ കേട്ടോ. ഇപ്പോൾ ഒരു മുട്ട അപ്പം ഉണ്ടാക്കി കഴിച്ച് ജീവിക്കാന്ന് വെച്ചാൽ ആ മുട്ട അപ്പം ഉണ്ടാക്കണമെങ്കിൽ വേണ്ട ഒരു ഡസൻ്റെ വില നമ്മൾ കാണുന്നത് $12. ഏകദേശം 1000 രൂപയാണ് നമുക്ക് ഈ 12 മുട്ട കേട്ടോ. മുട്ടയ്ക്ക് വേറെ പ്രത്യേകത ഒന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ അതേ മുട്ട തന്നെ കേട്ടോ. എങ്ങനെ മുട്ടയിൽ പുഴുങ്ങിയാലും ആ പുഴുങ്ങിയ മുട്ട നമ്മൾ കഴിക്കണം നാട്ടിൽ. ഒമ്പേക്കാന്നൊക്കെ എഴുതിയെന്ന് മാത്രം കേട്ടോ. ഇനിയിപ്പോൾ അത് എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസത്തിലേക്ക് മാറി പോവുകയാണെങ്കിൽ അപ്പം അത് $20 $18 കൂട്ടാം. നാടൻ മുട്ട മറ്റേ മുട്ട ഈ മുട്ട എന്നൊക്കെ പറയുമ്പോൾ മാറ്റം വന്നിട്ടാ വേറെ കാര്യം. ഇനി അടുത്ത് ജീവിക്കാൻ നമുക്ക് പാല് കുടിക്കണ്ടേ, പാലും മുട്ടയും കുടിക്കണ്ടേ. അപ്പോൾ നമുക്കൊരു ഗാലൻ ഇതൊരു ഗാലൻ ഉണ്ടാവില്ല ചേട്ടാ. ഒരു ഗാലൻ പാലിൻ്റെ വിലയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഏകദേശം $780. നാട്ടിൽ ഒരു $600 കേട്ടോ. ഒരു 6 പൗണ്ട് കേട്ടോ ഏകദേശം മിനിമം. നമ്മളിപ്പോൾ അതിനൊക്കെ മുകളിലേക്കും താഴത്തേക്കൊക്കെ വരും ഓരോ ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ കേട്ടോ. ഏകദേശം പാല് മേടിക്കണ കേസ് പറയണം $8 എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമായിട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ നമുക്കൊരു മിക്സറില്ല. എന്നാൽ കുറച്ച് ചിപ്സ് മേടിച്ച് കഴിക്കാൻ നിൽക്കുമ്പോൾ നാച്ചോ ചിപ്സിൻ്റെ ഒക്കെ റേറ്റ് നോക്കുമ്പോൾ ആണ് ഒരു ചിപ്സ് മേടിച്ച് കഴിക്കണമെങ്കിൽ അപ്പം കൊടുക്കണം നാട്ടിൽ $600 കേട്ടോ. $6.4 ഉണ്ട് അതിൻ്റെ വില.
ഇതിങ്ങടൊക്കെ വരുമ്പോൾ ചിപ്സിൻ്റെ ഷേപ്പൊക്കെ മാറുമ്പോൾ അപ്പോൾ അത് $7 കേട്ടോ. ഇതിൻ്റെ പൈസ കൂടാ ചിന്തിക്കാൻ പറ്റില്ലേ. എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ഒരു തമാശ രൂപത്തിലാണെങ്കിലും ഉണ്ടല്ലോ, ഇത് പറയുമ്പോൾ ഭയങ്കര സീരിയസ് മാറ്റർ ഉണ്ടതാണ്. ഇതിനൊക്കെ ഏകദേശം ഒരു $10, $12 ഇതിൻ്റെ വില വരണ്ട. $12 ഉണ്ട് അതിൻ്റെ വില. 1000 രൂപയ്ക്ക് ഒരു ചിപ്സ് പാക്കറ്റ് മേടിച്ച് കഴിക്കണ പറ്റി നിങ്ങളൊന്ന് ജഡ്ജ് ചെയ്ത് നോക്കിയൊക്കെ. ഇതൊക്കെ കണ്ട് വിഷമിച്ചിരിക്കുമ്പോഴല്ലേ എന്നിട്ട് അടിക്കാന്നുള്ള മൂഡ് പിടിച്ചിട്ട് നമ്മളൊരു ബെക്കാടി മേടിക്കാനായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം $40 ഉണ്ട്, $40 ഉണ്ടാവും. ഏകദേശം ബെക്കാടി മേടിക്കണിങ്ങനെ നാട്ടിലത്തെ ഒരു 3800 രൂപ. പിന്നെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലത്തെ റേറ്റ് ഒരു എന്നാലും ഇരട്ടിയുള്ള നോക്കിയാടാ. മധ്യത്തിൽ സ്വല്പം വില കുറവ്, പക്ഷേ എന്നാലും ഇല്ല കേട്ടോ, വില കുറവില്ല, കൂടുതൽ തന്നെയാണ്. നമ്മൾ അമേരിക്ക വെച്ച് നോക്കുമ്പോൾ ഡബിൾ കേട്ടോ. അമേരിക്കയിൽ ഹെന്നസിക്കൊക്കെ 48 രൂപ 50 കിട്ടും, ഇവിടെ 85 രൂപ കേട്ടോ. ആൻറ്റിക്കിലേക്കൊക്കെ പോയാൽ ആൻറ്റി മോഡ് പിടിച്ച് കഴിഞ്ഞാൽ അപ്പം കിട്ടും 200 കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൊടുത്തോട്ടോ. ഒന്ന് മാത്രമല്ല, എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൊടുത്തോണം. ഏത് ഐറ്റം എടുത്താലും അത് നല്ല റേറ്റ് കേട്ടോ. ഇത് നിങ്ങളുടെ സ്ഥിരം ബ്രാൻഡ് ഏതാ കഴിക്കാറ് നിങ്ങൾ? സ്ഥിരം ബ്രാൻഡ് വെള്ളം കുടിക്കണമെങ്കിൽ വരെ കാശ് മുടക്കണം നോക്കളെ. അധികം കുടിക്കാതിരിക്കാൻ നല്ലല്ലേ? കുടിക്കും, ആ വിഷമത്തിൽ കുടിക്കും. ആ വിഷമത്തിന് ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ഒരു 2 ബെഡ്റൂം വീട് വാടക എടുക്കാൻ എന്ത് റുപ്യ കൊടുക്കണം? 2 ബെഡ്റൂം ഒക്കെ വാടക ഇപ്പോൾ ഒരു 2500 തുടങ്ങി 3000 രൂപ ലോക്കൽ സ്ഥലത്ത് കിട്ടും. എക്സ്പെൻസീവ് ഉള്ള സ്ഥലത്തേക്ക് പറയണമെങ്കിൽ അത് $5000-$6000 വരും. $6000 വരും. ഏകദേശം നാട്ടിൽ 4 ലക്ഷം രൂപ വാടക കൊടുക്കണം ഒരു മാസം. പോഷായിട്ടുള്ള സ്ഥലത്തേക്ക് താമസിക്കും. നോർമൽ ആണെങ്കിൽ 3000 രൂപ, 2 ലക്ഷം രൂപ. 2500 തുടങ്ങി 3000 രൂപ. ഒരു നമ്മുടെ കറണ്ട് ബില്ല് എത്ര വരും? കറണ്ട് ബില്ല് എങ്ങനെ ആവറേജ് എങ്ങനെ വരും? $300 ഒരാൾക്ക് വരാം. $300 ഒരു ഫാമിലിക്ക്. പിന്നെ വെള്ളത്തിന്റെ പൈസ $200, $150 തുടങ്ങി. അപ്പൊ വീടിന് വെള്ളത്തിനും കറണ്ടിനും ഗ്യാസിനും കൂടി എത്ര രൂപ ചിലവാക്കുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ വീട് മേടിച്ചു മുമ്പ് ഒരു കൊല്ലം മുമ്പ് വരെ ആ സമയത്തൊക്കെ നമുക്ക് ഒരു $1000 ഒരു വെള്ളത്തിന് സംഭവത്തിന്. വീട്ടുവാടക വേറെ, വീട്ടുവാടക വേറെ. അപ്പോൾ ഒരു 3000-4000 രൂപ വരും ഏകദേശം ഒരു മാസം. ഈ 3 പിള്ളേരെ പോറ്റി ഇവർക്കുള്ള 3 പിള്ളേരൊക്കെ പഠിപ്പും ഗ്രോസറി ഒക്കെ മേടിക്കുമ്പോൾ എന്ത് റുപ്യ ഒരു മാസം ആവറേജ്? കണക്ക് കൂട്ടിയിട്ടില്ല, കണക്കൂട്ടി കഴിഞ്ഞാൽ പോകില്ല അവിടെ നിന്ന്. അതല്ല, എന്നാലും ഒരു പഠിക്കാനായിട്ട് ഒരു കുട്ടിക്ക് എന്തുണ്ട് സെമിസ്റ്റർ ഇവിടെ ഗവൺമെന്റ് സ്കൂളുണ്ട്, പ്രൈവറ്റ് സ്കൂളിൽ ഓരോ കാറ്റഗറീസ് ഉണ്ട്. ഞാൻ മക്കളോട്ട് നല്ല ഇവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂളാണ്. അവർക്കൊരു മാസം 1600 ഒരാൾക്ക് ഒരാൾക്ക് $1400. താഴെ 2 പേർക്ക് ഇച്ചിരി കുറവാണ്, സ്റ്റെപ്പിലേക്ക് അവർക്ക് അത് കൂടും. അപ്പോൾ ഏകദേശം $2500-$3000 മാറ്റി വയ്ക്കണം. അതും പോരാ, പിള്ളേർക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അതിൽ കൂടണം. $4000 മാസം മാറ്റി വയ്ക്കേണ്ടി വരും. $4500 മാസത്തേക്ക് അവർക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വേണ്ടി വരും. അപ്പോൾ പറഞ്ഞു പിടിച്ച് വരുമ്പോൾ വീട്ടിൽ വാടക 4 ലക്ഷം റുപ്യ കൊടുക്കണം. പിള്ളേരെ 3 പേരുണ്ട്, 3 പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഒരു 3 ലക്ഷം കൊടുക്കണം. ഈ ലക്ഷങ്ങളെ കേസ് പറഞ്ഞാൽ വെച്ചാൽ ഇവിടെ വരുമാനമുണ്ട്, പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്തോരം വരുമാനം വരുന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കാറ്. നോർമൽ മലയാളിക്ക് ഞാൻ ചിന്തിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിന് ചിലവ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരാൾക്കൊരു 4 ലക്ഷം റുപ്യ സാലറി ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചാലും അവർക്കൊരു മാസം 8 ലക്ഷം രൂപ, ഇപ്പോൾ ആണും പെണ്ണും പണിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ലക്ഷം റുപ്യ അവർക്ക് വരുമാനം എന്ന് വിചാരിച്ചോ. അതിലൊരു 7 ലക്ഷം റുപ്യ അല്ലെങ്കിൽ മിനിമം 7 ലക്ഷം റുപ്യ ചിലവാണ്. ഈ 1 ലക്ഷം റുപ്യ സേവ് ചെയ്യാനൊന്നും പറ്റില്ല, എന്നാലും ഈ ബാക്കിയുള്ള ചിലവുകൾ സംഭവങ്ങളൊക്കെ ആയിട്ട് ചിലവ് വരും. ഇല്ല മോളെ, ക്യാമറ കാണുമ്പോൾ ഉണ്ടല്ലോ കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇതെന്ത് റുപ്യുണ്ട്? 5 റുപ്യന് നല്ല തൃശ്ശൂരുകാരൻ. ഇതിനെന്ത് റുപ്യുണ്ട്? $2 ബാഗ് എടുത്തിട്ടൂടാ. ഇതൊക്കെ ഒരു $5 6 ഉണ്ടല്ലോ. $6 പണിയുണ്ട് കേട്ടോ. സോപ്പ് ഇതൊക്കെ ഒരു നമ്മൾ കൈ തുടങ്ങുന്ന സോപ്പല്ല. ഇതിനെന്ത് റുപ്യുണ്ട്? കൈ തുടങ്ങുന്ന സോപ്പിന് $10 ആയി കേട്ടോ. 1000 രൂപ. നമ്മുടെ നാട്ടിൽ എന്ത് 100 രൂപയ്ക്കൊക്കെ ഒരു ലോഡ് 5 ലിറ്റർ കിട്ടണം. 100-150 രൂപയ്ക്ക് 5 ലിറ്റർ കിട്ടണത് ഇവിടെ അമേരിക്കയിൽ നമ്മള് ജീവിക്കണ്ടേ കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ. പക്ഷെ ഇത് കാണുമ്പോൾ രണ്ടരട്ടി മണി കയറി. എനിക്ക് വലിയ ഫാമിലി ആകുമ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കണം. അമേരിക്കയിൽ നമുക്ക് വാൾമാർട്ട് ഉണ്ട്, അവിടേക്ക് നമുക്ക് വളരെ കുറവായിട്ട് ഹോൾസെയിൽ സാധനങ്ങൾ കിട്ടും. നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ പ്രൈസ്. ഞങ്ങൾ ഇവിടുത്തെ യൂസ്ഡ് ആയി ഓൾറെഡി. അപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ പൈസയുടെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതിന് പട്ടിണി എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങളുടെ കണക്കുകളാണെങ്കിൽ നാട്ടിലൊരു $1 എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഒരു രൂപയാണ്. അങ്ങനെ നോക്കിയാലും ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നാട്ടിൽ 88 രൂപ, ഒരു 86-87 രൂപ.
അപ്പോൾ നമ്മുടെ ചെറിയ പർച്ചേസിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം കണക്ക് ഇതിനുള്ളിൽ ഉണ്ടാക്കിട്ടാ. ഇത് എത്ര പേര് നമ്മളിത് കണ്ടില്ലട്ടാ. പട്ടിക്ക് കൊടുക്കാനാ 6 പട്ടികളുണ്ടല്ലോ. 6 പട്ടിക്ക് നമ്മൾ അരി മേടിക്കണത് $15 കേട്ടോ. ഇനിയിപ്പോൾ അതിനിടയ്ക്ക് ഇതും പട്ടിക്കാണോ? ഇതെന്താ റുപ്യൻ്റെ? ഇതെന്താ റുപ്യ? $4. ആ, നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റിക്ക് ആൾക്കാരെ നിർത്തണ പട്ടിനെ പറഞ്ഞാൽ നല്ലത്. അപ്പോൾ സെക്യൂരിറ്റി കൊടുക്കണമെങ്കിൽ അപ്പോൾ ഒരു $5000 കൊണ്ടുവരില്ലേ? നമ്മൾ വെറുതെ ഒരു 3-4 ദിവസത്തേക്കുള്ള കുറച്ച് ഫ്രൂട്ട്സും അരിയൊക്കെ മേടിച്ച് വരുപ്പിക്കണ്ട. $162 ആയിട്ടാ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇവിടെ ഡോളറിൽ തന്നെയാണ് പേയ്മെൻറ്റ്. വേറെ കറക്ഷൻ കൈക്കോസിന് വേറെ ഒരു കറൻസി ഇല്ല കേട്ടോ. ഡോളർ പേയ്മെൻറ്റ് തന്നെയാണ്. എന്ത് കൺസ്യൂമൻസ് മേടിച്ചാലും എങ്ങനെ പോയാലും $150 ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുമ്പോട്ടാ. പറയുമ്പോൾ ഒന്നുമില്ല, കൺസ്യൂമൻസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇന്ന് ഈവനിങ് സെക്ഷൻ നമ്മൾ ഇവിടുത്തെ ഇവർ സാധാരണ ഒരു വീക്കെൻഡ് എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നു, ടക്സ് ആൻഡ് കായ്ക്കോസിലെ ഒരു മലയാളി ജീവിതത്തിൻ്റെ അടുത്തൊരു പാർട്ടി നമ്മൾ കാണിക്കാൻ പോകുന്നില്ല. തങ്കമ്മ പോവാം, നമുക്ക് തങ്കമ്മ പോകണ്ട, കഴിച്ചിട്ട് പോവാം. ബ്ലോഗ് ചെയ്യാനുള്ള പരിപാടിയായിട്ടോള്. അപ്പോൾ ഇന്ന് അമ്മച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട്. ടക്സ് ആൻഡ് കായ്ക്കോസിലത്തെ ചിക്കൻ കറി നമ്മളിനി ഉറ്റു നോക്കാൻ പോകുന്നത്. അമ്മച്ചിയുടെ ഫുഡ് പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പോലും തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ പൊന്നോ. ഇവിടെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ വെച്ചിട്ട് നമ്മൾ ഇത്തിരി സ്വല്പം തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ചിക്കൻ കറി ഇടാം. അതിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം റെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏതാ മൂടുന്ന പേര്. ഇവിടെ ഐസ് മണം വീഴുമ്പോൾ ചൂട് രക്ഷയില്ല. പക്ഷെ കാറ്റുള്ള കാരണം ചൂട് വലിയ നമ്മുടെ മേത്തേക്ക് വരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റുണ്ട്, കാരണം വേർക്കണില്ല. 10 മണി നോക്കല്ലേ. ഇന്ന് നമ്മുടെ അടുത്ത സെക്ഷൻ വന്നിട്ട് എവിടേക്ക് പോകണം നമ്മളിനി? ഓക്കെ, പിന്നെ അത് മതി. ഫേമസ് ആയാലും മാത്രമേ ചെയ്യുള്ളൂ നമ്മള്. വേൾഡ് നമ്പർ 1 ബീച്ചിലേക്ക് നമ്മൾ പോകുന്നത്. എൻ്റെ അമ്മോ എൻ്റെ പൊന്നോ എന്തൊക്കെ കേൾക്കണമെന്നില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ഇത് സെറ്റ് ആയിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അടിപൊളിയായി. നല്ല കുത്തിരിച്ചോറുണ്ട്. അമ്മച്ചേ, ഇത് എങ്ങനെ ഈ കുക്കിങ്ങിനുള്ള ഈ ഒരു സെറ്റപ്പ് കിട്ടണം? ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വന്ന പോലെ കിട്ടണം കേട്ടോ. മരിമോനാണ് മരിമോൻ. മരുമോനെ പഠിപ്പിച്ചു കൊടുത്ത ഏട്ടത്തൈ കൊണ്ട് ചോറ് വിളമ്പി തരുമ്പോൾ ഒരു പവർ ഉണ്ടല്ലോ, അത് വേറെ. ഇടതേ വരാൻ പാടുള്ളോ, ഇടതേമാർക്ക് ഇടതേ വരാൻ പാടുള്ളൂ. നല്ല അച്ചാറുണ്ട്, അമ്മിച്ചുണ്ടാക്കിയ നല്ല വെളുത്തുള്ളി അച്ചാറുണ്ട്, കുത്തിരിച്ചോറുണ്ട്, സ്വല്പം ചിക്കൻ കേട്ടോ. കരീബിയൻ അതിലെല്ലാം 7 കടലിൽ താണ്ടി നമ്മൾ മലയാളി ഫുഡ് കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിന് വേറൊരു പവറുണ്ടാവും. നല്ല പുളിയിലെ തൈര് അമ്മച്ചി മറ്റേ ഒഴിച്ച് വെച്ചിട്ട് നല്ല പുളി ആക്കിയിട്ടുണ്ട്. നാട്ടിലത്തെ സെയിം പുളി ആക്കിയിട്ടുണ്ടോ. ലാ യോഗട്ട്. ഇവിടെ തൈരിന് എന്ത് ഉറപ്പ്? നമ്മൾ സൂപ്പർ മാർക്കറ്റ് തൈര് കണ്ടില്ലല്ലോ. $5 1 ലിറ്ററിന്. $400. പിന്നെ നല്ല വെളുത്തുള്ളി ചമ്മന്തി, വെളുച്ചമ്മന്തി അല്ല വെളുത്തുള്ളി അച്ചാർ കേട്ടോ. പുള്ളി നമസ്കാരം. നിങ്ങളെ ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിലേ ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻ്റെ കൂടെ യാത്ര ചെയ്താലോ. മെഗാ സൗത്ത് അമേരിക്കൻ സാഗ ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യണത്. 10-12 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് യാത്ര ചെയ്യണത്. ലോകത്തിലെ 2 മെയിൻ വണ്ടേഴ്സും 3 നാച്ചുറൽ വണ്ടർ അടങ്ങിയിട്ടുള്ള യാത്രയാണ്. മാച്ചു പിച്ചും ആമസോൺ റെയിൻ ഫോറസ്റ്റും ക്രൈസ്റ്റ് റെഡീമറും ഇഗ്വാസ് വാട്ടർഫോളൊക്കെ അടങ്ങിയ പെറു, ബ്രസീൽ, പാരഗ്വേ, അർജന്റീന, ചിലെ എന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഒപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഫ്രിക്കൻ യാത്രയും കൂടി ഉണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ യാത്രയാണ്. അതും നാച്ചുറൽ വണ്ടേഴ്സ് അടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആഫ്രിക്കൻ യാത്രയും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ബീച്ചിലേക്ക് ആർമധികം പോട്ടാ. കുറച്ച് 4x4 ഉള്ള കാരണം നമ്മൾ ഈ വീട്ടിലിരിക്കണല്ലേ. ഇത് 4x4 ആണോ? കുറച്ച് നമ്മുടെ ബീച്ച് ലൈഫ് ഇന്ന് പൊരിച്ചിന്ന് കടൽ നമ്മൾ ആർമധിക്കും. ഇന്ന് നമ്മൾ പോകുന്നത് വേൾഡ് നെയ്മഡ് ബീച്ച്, ഏറ്റവും നല്ല ഭംഗിയുള്ള ബീച്ച്. ഭംഗി അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ്, നീറ്റ്നെസ് അല്ലേ.
ആ കളറ് ബീച്ചൊക്കെ ഇല്ലേ ഒപ്പം ഭയങ്കര കാറ്റ്. എനിക്ക് ഇവിടുത്തെ ബീച്ചും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ബഹാമസിലൊക്കെ ഉണ്ടെങ്കിൽ ഇവര് പറയേണ്ടത് അടിപൊളിയാണ്, ഞാനും ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇവിടെ ഈ ലൈനിലോ ഒന്നും പറ്റില്ല, കാറ്റുണ്ടല്ലോ, നമ്മളങ്ങോട്ട് കൊണ്ടുപോവാണ്. ആലോചിക്കാൻ പറ്റുമോ? എവിടേക്ക് തിരിഞ്ഞാലും റിസോർട്ടുകളും ഹോട്ടലുകളും ഇവിടെ ഒരു ദിവസം താമസിക്കുന്ന ഉറപ്പിന്റെ കേട്ടാ അങ്ങനെയാണ് പറയണത്. ചിന്തിക്കാൻ പറ്റില്ല എന്നാണ്. ഒരു ദിവസം ഒരു $600 അതെ, ആ റേഞ്ചിലാണല്ലേ. എത്ര ദിവസം $800 $1000 മുകളിലുള്ള വില്ല പ്രൊജക്ടുകൾ നടന്നുകൊണ്ടിരിക്കണോ. ഇത് ഫുൾ എയർബിഎൻബി ആയിട്ടാണ് പോണത് മൊത്തം. ഇവിടെ ഇന്ത്യക്കാർക്ക് റിസോർട്ടുകൾ അല്ലെങ്കിൽ പരിപാടികളൊക്കെ ഉണ്ടോ? മലയാളികൾക്കുണ്ടോ? പിന്നെ മലയാളികൾക്കില്ല, ഇന്ത്യൻസിനുണ്ടല്ലോ. നമ്മളൊരു ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ബീച്ചിലേക്ക് പോകുമ്പോൾ ഫുള്ള് ഈ മില്യനേഴ്സിൻ്റെ വീടുകളും സംഭവങ്ങളും വില്ല പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഇതൊരു 10 വർഷം കൊണ്ട് പൊന്തി വന്ന ഒരു രാജ്യം തന്നെ പറയണം എല്ലാവരും. 10 വർഷം മുമ്പ് ഇവിടെ പ്ലെയിനായിട്ട് ഒരു പ്രകൃതിയാൽ മുങ്ങി നിൽക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഫുള്ള് റിസോർട്ടുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് മില്യൺസ് ആൻഡ് മില്യൺസ് രൂപയുടെ കച്ചവടം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കടലാണ്. നമ്മളത് മണ്ണിട്ട് റോഡിലേക്ക് കടന്നിട്ടാണ്. എൻ്റെ പൊന്നോ, ലൈം സ്റ്റോൺ ആണ് ഇവിടെ ഫുള്ള്. ഈ വൈറ്റ് കളറിലാണ് ലൈം സ്റ്റോൺ ആണ്. നമ്മളിപ്പോൾ അതൊക്കെ അടിയിലേക്ക് ഇറങ്ങി നോക്കാം. നമ്മൾ കടലിലേക്ക് ഇറങ്ങണില്ല. ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ കണ്ടതിനേക്കാൾ ഉപരി കടലും പ്രകൃതി തന്നിട്ടുള്ള ആ ഒരു ഭംഗിയാണ് നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തണം കേട്ടോ. ഇവിടെ നിന്ന് ആരെങ്കിലും വിട്ടു പോവോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് ഡെയിലി കാണാന്ന് പറഞ്ഞാൽ ആലോചിക്കുക. ഇത് വേണ്ട, പ്രകൃതിയുടെ വരങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാടാ. നോക്കിയാൽ ഇതൊക്കെ ഇവിടുത്തെ ഓരോന്നിനും ഓരോ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണുമ്പോൾ. ഈ ഫ്രെയിം നോക്കി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വീട്ടിൽ ഫ്രെയിം അടിച്ച് വെച്ചോടാ. ആ വീടുകളിലൊക്കെ ബാക്ക് സൈഡ് ഉണ്ടാ പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചിന് എല്ലാ വീടുകളും നോക്കിയാണ്ട. നമ്മൾ വന്നപ്പോൾ കണ്ട വില്ലകളും സംഭവങ്ങളും കാണണ്ട. ഇത് ഒരു 10 വർഷം മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത് കേട്ടെ. ഏതാ ലോകം നിങ്ങൾ ആലോചിക്കുക. ഏതാ എന്തിട്ട് ഭംഗി കാണാനായിട്ട്. ചെക്കാൻ പവറുള്ള നീ എൻ്റെ പെൺകുട്ടീനെ മതി മടി. ക്യൂട്ട് ബേബി, നോട്ടെ മുഖം കാണിക്കേ. എനിക്കൊരു പെൺകൊച്ചിനെ കിട്ടാൻ ഭയങ്കര ആഗ്രഹം. എനിക്ക് ഇവിടെ കാണുമ്പോൾ എന്താ പറയുക, ഒരു പെൺകൊച്ച് വേണമെന്നുള്ളൊരു പ്രത്യേക ഒരു ആഗ്രഹം കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ കേപ്പ് ഹോപ്പിലൊക്കെ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതലം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടു. പക്ഷെ കടൽ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. അവിടെ ബ്ലൂ കളറായിരുന്നു. പക്ഷേ ഈ ഒരു ആംബിയൻസും ആ സ്കൈയിനോട് ചേർന്ന് കിടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ശരിക്കും നമ്മൾ ആ സൗത്ത് ആഫ്രിക്ക പോയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും കേട്ടോ. ഇതൊക്കെ ശരിക്കും നമ്മൾ വാൾപേപ്പറിലുണ്ട് അതേ ഒരു ഫ്രെയിം കേട്ടോ. ഒരു തരി അഴുക്കോ ഇവരുടെ ക്ലോത്ത് മുകളിൽ കയറി കിടക്കും കേട്ടോ. നോക്കി നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിയാൽ ശരിക്കും ഒരു വാൾപേപ്പർ പോലെയാണ് നമുക്ക് തോന്നണത്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോട്ടാ. ഇത് വെള്ള കളർ ലൈം സ്റ്റോൺ ആണ് കേട്ടോ. നമ്മൾ മെക്സിക്കോയിലെ മായൻസിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ലൈം സ്റ്റോണുകളൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ള കളർ ലൈം സ്റ്റോണും ഒരു പ്രത്യേക തരം പച്ചപ്പും ഒപ്പം മണൽ വെള്ള കളറ്, ബ്ലൂ കളറ്, പച്ച കളറൊക്കെ ആയിട്ടുള്ള എന്താ പറയുക വെള്ളമൊക്കെ ആകുമ്പോൾ പവറാണ്. പെണ്ണേ ഹലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്ത് നിൽക്കണേക്കാൾ ഉപരില്ല. ഇത് ഇവിടെ ഇരുന്ന് ഈ കാറ്റിനടിച്ച് ഈ വെള്ളത്തിൻ്റെ സൗണ്ട് അടിച്ചിരിക്കുക. വേറെ ഒന്നും പറയാല്ല മക്കളെ, ചിന്തിക്കാൻ പറ്റുമോ? ജോബേടാ പോവല്ലേ അടുത്ത ബീച്ചിലേക്കിട്ടാ. നമുക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ ഭംഗിയാട്ടാ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു പച്ച കളറിലാണ്, പക്ഷെ ഇത് നിൽക്കണ ആംബിയൻസ് ഇതൊരു ക്ലിഫിന്റെ സൈഡിൽ നമ്മൾ വന്ന് നിന്നാട്ടാ. എന്തായാലും അടുത്ത കാഴ്ചകള് അടുത്ത ബീച്ചല്ലാ. നമ്മള് ഇപ്പൊ ഈ പോകാൻ പോകുന്ന ബീച്ച് ഉണ്ടല്ലോ, അതാണ് വേൾഡ് നെയ്മഡ് ബീച്ച്. നെയ്മഡ് ബീച്ച്, നോട്ട് നേക്കഡ്, നെയ്മഡ് ബീച്ച്. നേക്കഡ് ആണെങ്കിൽ ആവാം, അങ്ങനെയുണ്ട്. നെയ്മഡ് ബീച്ച് നമ്മളാ ഒരു മായാലോകത്തേക്ക് എത്തിക്കട്ടോ. ഈ ബീച്ച് ലൈഫാണ് നമ്മൾ ഇനി അടുത്ത ഏതാനും മണിക്കൂറിൽ കാഴ്ചവെക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അപ്പൊ നമ്മള് ട്രക്സ് ആൻഡ് കായ്ക്കോസിലത്തെ ഇവരുടെ ഒരു വീക്കെൻഡ് പ്രോഗ്രാമാണ്. നിങ്ങളുടെ ഈ ലൈഫ് സ്റ്റൈലിൽ എങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യാറ്? ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പിള്ളേരും കൊണ്ട് ബീച്ചിൽ. ബീച്ചാണ് ഇവിടുത്തെ ഒരു
എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വേറെ ഒരു എന്റർടൈൻമെന്റ് ഇല്ല നമുക്ക്. വേറെ മാളുകളോ സംഭവങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ബീച്ച് ഇവിടെ വന്ന് ഞങ്ങൾ കിടക്കും. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. അങ്ങനെ പിള്ളേര് എൻജോയ് ചെയ്യാം. മൊത്തത്തിലൊരു എൻജോയ്മെന്റ്. പക്ഷെ എൻജോയ്മെന്റ് ചെയ്യണത് ലോകത്തിലെ ഏറ്റവും ടോപ്പസ്റ്റ് ബീച്ചുകളാന്ന് പറയുമ്പോഴാണ് ഒരു നമുക്കൊരു സന്തോഷം പറഞ്ഞത്. ഫുൾ കളർഫുൾ വാട്ടർ സ്പോർട്സ് ആണത്. വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇവിടെ സൈഡിലുണ്ട്. ഈ ചെടിയുടെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൂടാ. നോക്കിയാ ഇത് ഗ്രേഡ് ചെയ്ത് കാണുന്ന കളറില്ലാട്ടാ. ഇത് പ്രത്യേക തരം പച്ചാട്ടാ. നമ്മൾ ആ ബീച്ചിലേക്ക് ആ സ്വർഗത്തിലേക്ക് പതുക്കെ ഇറങ്ങാൻ പോട്ടാ. ഫുള്ള് ഓണാട്ടോ ഇവിടെ. ബാറും പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നല്ലേ? അതല്ലേ ക്ലബിൻ്റെ ഓരോ ഏരിയകൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഈ എന്താ പറയുക റിസോർട്ടുകളൊക്കെ ബാക്ക് സൈഡാണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ. നമ്മളങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പോകണം. ഇവിടെ ഈ പറഞ്ഞ പോലെ മസാജുകളും സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് മസാജുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല പ്യുവർ മണൽ കേട്ടോ. മണൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ നോക്കിയാൽ ഏതാ ലോകം വെള്ള കളർ കേട്ടോ. ഊഫ്, അതും മണൽ ഭയങ്കര തരിതരാന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. ബീച്ചിലൊക്കെ എല്ലാവരും ഇറങ്ങിയിട്ട് അവരെവിടം വരെ പോവാണെന്ന് വരെ അവർ റെസ്ട്രിക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. അമ്മേ ഒരു ബോട്ട് പോണൊക്കെ. ആഹാ, ടൂറിസത്തിന് വേണ്ടി അമ്മാരത്തെ റേഞ്ചിലെ പിടിക്കണം വെച്ചിട്ട് അവർ 1 മണിക്കൂർ മിനിമം 100 ഡോളർ കൊടുക്കണം കേട്ടോ അതിന്. വേറെ കാര്യം ടൂറിസ്റ്റൊക്കെ ടൂറിസ്റ്റ് തന്നെ. അവിടെ മറ്റേ വാട്ടർ സ്പോർട്സുകളുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടോ. 5 മത്സരങ്ങളൊക്കെ ഉണ്ട് അവിടെ. 5 കുറേ അവിടെ വന്ന് നടക്കുന്നുണ്ടോ. ഇവിടുത്തെ ഒരു മെയിൻ വിനോദത്തിലൊന്നാണല്ലോ. ഈ കടലിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ മണലിന് വരെ നല്ല തണുപ്പായിട്ടാ. ഇനി വെള്ളത്തിൻ്റെ കളറ് പച്ചയാന്ന് നമ്മൾ പറയുന്നില്ലേട്ടാ. അവിടെ ഫുൾ പവറാണ്. നമ്മൾ അതൊക്കെ കടലിൽ ഇനി ആഘോഷിക്കാൻ പോണ്. ആഘോഷത്തിൻ്റെ രാവുകളാണ് നമുക്കുണ്ടെങ്കിൽ. ആഹാ, ഇവിടെ കക്കനുണ്ട. കാലുമ ചെറുതായിട്ട് കക്കയിലുണ്ട്. അവിടെ ഇതുണ്ട്. വെള്ള കളറുടെ കല്ല്. ഇത് കക്കയാട്ടോ. അത് കണ്ട എന്താ കാലുമ നിറച്ചു. അത് കാണിച്ചേട്ടാ. ഇതുണ്ട് ഇവിടുത്തെ മണല് ഫുള്ള് കക്കയും പുറ്റും എല്ലാം കൂടിയിട്ടുള്ള മിക്സാട്ടാ. കളിക്കില്ലേ എന്ത് ക്ലിയറാ നോക്കിയ. ജോബി പഠിക്കല നമുക്ക്. നമ്മളെ കമന്റില് കുറെ പേര് പറയുന്നുണ്ട് നിങ്ങൾക്ക് ക്രൂയിസ് ഷിപ്പില് കരീബിയൻ ഐലൻഡ് അടിച്ചുകൂടാ, അതായത് സ്വല്പം കൂടി ലാഭം, അല്ലെങ്കിൽ അത് സ്വല്പം കൂടിയും നമുക്ക് പെട്ടെന്ന് കുറെ രാജ്യങ്ങൾ അടിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. 10 ദിവസം കൊണ്ട് നമുക്ക് 10 രാജ്യമൊക്കെ അടിക്കാം. മയാമിന്ന് ഒരുപാട് കപ്പലുകൾ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ കരീബിയൻ ഐലൻഡ് ടീം ട്രാവലിസ്റ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഓരോ കൺട്രികളുടെ ഒത്തന്റിക് ആയിട്ടുള്ള കണ്ടന്റുകൾ. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കഴിഞ്ഞ ദിവസം നമ്മൾ കങ്ക് പറക്കാൻ പോയി. അത് പറക്കി കൊണ്ടുവന്ന് ലോക്കൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്തു. നമ്മൾ സാധാരണ ഒരു ക്രൂയിസ് ഷിപ്പിലെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ രാവിലെ വന്നിറങ്ങും അല്ലേ. രാവിലെ വന്നിറങ്ങി ഉച്ച കഴിഞ്ഞ് പോകണ്ട. എല്ലാവരും ഇതൊക്കെ അങ്ങനെയല്ലേ. ഉച്ച കഴിഞ്ഞ് പോകണം. അപ്പോൾ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ഒരു ഐലൻഡിൽ ജീവിച്ച്, ചില ഐലൻഡിലൊക്കെ ഒരു ദിവസം കൊണ്ട് നിൽക്കണമെങ്കിലും നമ്മൾ ഇതിന് എക്സ്പെൻസീവ് സൈഡ് ഇത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആണ് നമ്മളിങ്ങനെ കണ്ടന്റ് ചെയ്യുമ്പോൾ. പക്ഷേ ഇതൊരു ഹിസ്റ്ററിയാണ്. നമുക്ക് ഇത് കൂടുതൽ കാഴ്ചകളും കണ്ടന്റുകളും ഓരോ രാജ്യത്തിനെ പറ്റിയിട്ട്, ഇവിടുത്തെ മലയാളികളുടെ ജീവിതം, ഇവിടെ എങ്ങനെ ജോലി കിട്ടാം, അപ്പോൾ ഓരോ കണ്ടന്റുകളും നമ്മളിങ്ങനെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ ഫ്ലൈറ്റ് കയറി വന്ന് ചെയ്യണത്. കരീബിയൻ ശരിക്കും എല്ലാവരും ചെയ്യണത് ക്രൂയിസിലാണ് ചെയ്യണത് സാധാരണ. അതാണ് നമുക്ക് എക്സ്പെൻസ് കുറഞ്ഞൊരു സൈഡ് ഇട്ടാം. പക്ഷെ നമ്മൾ വിളിക്കും, നമ്മൾ കരീബിയൻ ഐലൻഡിന്റെ പീക്ക് ഇവിടുത്തെ ഒരു 10 രാജ്യങ്ങളും ഇവിടുത്തെ നമുക്കൊരു ഈ ഒരു 10-20 രാജ്യം അടിക്കാൻ പറ്റില്ലേ? 10 എന്തായാലും അടിക്കാം. നമുക്ക് കപ്പലിൽ വരണമെങ്കിൽ നമുക്ക് ഓരോ ദിവസം 2 കഴിച്ചടിക്കാല്ലേ. 5 മണിക്കൂർ. നമ്മളിത് ബഹാമസിലടക്കം നമ്മൾ ലോക്കൽ ഫുഡ് എക്സ്പീരിയൻസ് എല്ലാ സംഭവങ്ങളും നമ്മൾ പൊളിച്ചു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ കൊങ്കിന്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കാണാത്തവരെ എന്തായാലും കണ്ടോട്ടാ. കൊങ്കിന്റെ എപ്പിസോഡൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. എന്തായാലും നമ്മളിവിടെ ബിക്കിനി ലൈനിലൊക്കെ കണ്ടുകൊണ്ട് നല്ല വായനോട്ടം നോക്കിക്കൊണ്ട് ടേക്സ് ആൻഡ് കൈക്കോസ് പൊളിച്ചുകൊണ്ടിരിക്കട്ടോ. ശരിക്കും ഒരു ഉപ്പുവെള്ളത്തിൽ നിൽക്കുമ്പോൾ ഒരു മനസ്സമാധാനാണ്. ശരിക്കും ചേട്ടൻ പറഞ്ഞ ആ ഇന്ത്യൻ മനസ്സ് മാറിപ്പോവോ ഉപ്പുവെള്ളത്തിൽ എന്നാ? ഒരു മണം വരും. നമ്മള് ഒരു സോപ്പിട്ട് കഴിയാനൊന്നും അത് പോവാൻ പോകണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും അതിന്റെ ഒരു ഓയിൽ ട്രീറ്റ്മെന്റ് പറഞ്ഞ് ചെയ്തിട്ട് എന്നിട്ട് നമ്മള് സോപ്പിട്ടിട്ട് നമ്മള് നാട്ടിലെ കണ്ടേ ചകിരി ശരിക്കും ഒഴിച്ചാൽ പോത്തിട്ട് ഇറങ്ങാൻ നമ്മൾ നമ്മളെ സംബന്ധിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് സാധനം കിട്ടി കളഞ്ഞപ്പോ
ഒരു ചെറിയ നമ്മുടെ നാട്ടിലെ വലിയ ടർക്കിയാണ് ചെറിയ ചെറിയ സൈസുള്ള സാധനം കിട്ടും. നമ്മള് കുറച്ച് കളയണമെന്നല്ലേ? കുറച്ച് കളഞ്ഞില്ല നമുക്ക് കാണാൻ അറിയാതെ. നമുക്കത് ഇന്ത്യൻ മണം എപ്പോഴും ഉണ്ടെന്നല്ലേ? അത് ഇന്ത്യൻ മണമെന്നാണോ നമ്മുടെ ഏഷ്യൻ സ്കിന്നിന്റെ ആണോ? ഞാൻ വന്നിറങ്ങിയ സമയത്ത് തന്നെ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ മണം നന്നായിട്ടുണ്ടല്ലോ. ഞാൻ എനിക്ക് വേണത് കഴിഞ്ഞതില് മസാലകളും നമ്മളൊക്കെ നമ്മള് എന്താ പറയാ ബഹാമസില് കുക്ക് ചെയ്തപ്പോ മസാല സ്മെല്ല അപ്പൊ ഡ്രസ്സ് മണം ഉണ്ടായിരുന്നു. അപ്പൊ വന്നിറങ്ങിയ സമയത്ത് തന്നെ ജോബേട്ടൻ പറഞ്ഞു ഇന്ത്യൻ മണം അടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഡ്രസ്സുമ്പോ നമ്മൾ പോലും അറിയില്ല ആ ഒരു മണം കയറി വരുന്നത്. അപ്പൊ ഈ ഉപ്പുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ മണം പോകുന്നില്ല ചേട്ടൻ പറയണത്. സമാധാനം നമ്മുടെ കൂടെ കിട്ടും. ഒരു ഇതുണ്ടല്ലോ നമ്മള് വായ്പുണ്ണ് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് വെള്ളമാണല്ലോ നാച്ചുറലി ഒരു കാര്യമുള്ള ഉപ്പുളം കവളി കൊള്ളാം എന്നിട്ട് കുളിപ്പിഞ്ഞ് കഴിയാ അതിങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കാം. ഉപ്പുവെള്ളം നമുക്ക് ഉപ്പുള്ള ശരീരത്തിൽ കയറിയെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കുറച്ചൊക്കെ നല്ല കുടിക്കാൻ പാടില്ലെന്നുള്ളൂ. ചെക്കാൻ ഫുട്ബോൾ പ്ലെയർ ഇന്നലെ ഹോക്കി തോറ്റു. വിഷമമുണ്ടോ നിനക്ക്? ഹെക്റ്റിക്കയോ? അടുത്ത പ്രാവശ്യം ജയിക്കോ? ചെക്കനൊരു ഫുട്ബോൾ കമ്മ് റോളർ സ്കേറ്റിംഗ് ഹോക്കിയുടെ ചെക്കൻ്റെ മെയിൻ വിനോദം. മുത്തുമണി ഓക്കെ അല്ലേ? റിലാക്സ് ആയില്ലേ? ഇതൊക്കെ ഈ ചുറ്റും നിൽക്കണതൊക്കെ റിസോർട്ട് തന്നെയല്ലേ? ഗ്രേസ് ബേ. നമ്മൾ വൈകിട്ട് അങ്ങോട്ടല്ലേ പോണേ? നമ്മുടെ ഡിന്നർ ആ റിസോർട്ടാണ് റിസോർട്ടിലുള്ള നമുക്ക് വൈകിട്ട്. 7 സ്റ്റാർ അതല്ലേ? ഈ 7 സ്റ്റാറിലൊക്കെ ഒരു ദിവസം 700-800 ഉണ്ടെന്നോളേ. 700 പോരാ? 700 എന്ന് പറയുമ്പോൾ ഒരു പുച്ചാട്ടാ. ഞാനിവിടെ $500 $600 ഞാൻ അതിനെ കളിയാക്കാന്ന് വിചാരിച്ചു. പിന്നെ അവിടെ പോയപ്പോൾ എന്തിരുന്ന് കളിച്ചേക്ക് ഒരു ദിവസം താമസിക്കാൻ 3 ലക്ഷം റുപ്യ. ലോകത്തിലെ എല്ലാ മില്യനേഴ്സും വരുന്നുണ്ടാ. റപ്പനുമോൻ കളിക്കണ കളിക്കില്ലേ? നമ്മളിങ്ങനെ കുളിക്കുമ്പോ അങ്ങനെ പ്രശ്നം ഷാർക്കിന്റെ പ്രശ്നം കൂടി ഉണ്ടല്ലേ? ഷാർക്കിന്റെ പ്രശ്നം 2 ആഴ്ച മുന്നേ ഒരു കനഡിയൻ ഫാമിലി ഇവിടെ വന്നായിരുന്നു. 2 കൈയും കൊണ്ടുപോയി. അയ്യോ, അതിന്റെ ന്യൂസ് നമ്മുടെ മലയാളമേലൊക്കെ ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ ടർക്കാൻ കൈക്കോസിനെ ലോകം അറിയണമെന്നുള്ളേ. നമ്മൾ ടർക്സാൻ കൈക്കോസ് എന്ന് പറയുമ്പോൾ അല്ലേ ടർക്സാൻ കൈക്കോസ് ലോകത്തിലേക്ക് അത്ര പേരാണല്ലോ. ഇതുവരെ കേട്ടിട്ടില്ല ആ പേര്. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്, കരീബിയൻ, ബ്രെയിൻലാർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു ഐലൻഡിന്റെ പേര് ടർക്സാൻ കൈക്കോസ് എന്നുള്ള കേസ് ആർക്കും അറിയില്ല കേട്ടോ. ഈ പറഞ്ഞ കരീബിയൻ ഐലൻഡുകളിൽ നിന്നാണ് വെസ്റ്റ് ഇൻഡീസ് ടീമിലത്തെ ഓരോരുത്തരും വരുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ജമൈക്കയിൽ പോയപ്പോൾ നമ്മുടെ ലാറിയും ക്രിസ്ത്യയിലൊക്കെ നാട് കണ്ടു. അങ്ങനെ ഓരോ ക്രിക്കറ്റ് കളിക്കാർക്ക് ഓരോ ഐലൻഡുകളുണ്ട്. ഈ ഐലൻഡുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് വെസ്റ്റ് ഇൻഡീസ് ടീം ക്രിക്കറ്റ് ടീം സെറ്റ് ചെയ്തിരിക്കട്ടോ. അതെ അതെ, പല ആൾക്കാർക്ക് സംശയമാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞൊരു കൺട്രിയാണ്. അതാണ് ഈ ദ്വീപ സമൂഹങ്ങളുടെ രാജ്യങ്ങളെല്ലാം കൂടിയിട്ടാണ് വെസ്റ്റ് ഇന്ത്യൻസ് എന്നുള്ളൊരു പേര് വന്നതാ. എന്തായാലും നമുക്കൊന്ന് മുങ്ങി കുളിക്കാം, അത് നല്ലത്. നമ്മൾ വിചാരിക്കും ആഴല്ല എന്നിട്ടാ, കരീബിയൻ ഐലൻഡ് കാണുമ്പോ ആഴല്ല എന്നൊക്കെ വിചാരിക്കും. അത്യാവശ്യം ആണ്ടിട്ടാ. എത്ര നാളായി വെച്ചിട്ടാ മക്കളെ. എൻ്റെ പൊന്നോ, സൗണ്ടൊക്കെ പോയിട്ടാ. അടിപൊളിട്ടാ, ഭയങ്കര ഒരു റിലാക്സേഷനാടാ. നമ്മൾ ഈ സ്ട്രെസ് നിറഞ്ഞ യാത്രയിലും സ്ട്രെയിൻ നിറഞ്ഞ യാത്രകളും പണിയിലൊക്കെ ഇങ്ങനെ ഒരു ദിവസം ആഴ്ചയിൽ ഈ കടലിൽ വന്ന് കിടക്കണത് അടിപൊളി പരിപാടി കേട്ടാ. എന്തെന്നാ ഒരു സന്തോഷം നമുക്ക് കിട്ടാം. അപ്പോൾ കടൽ പതുക്കെ ഹൈറ്റൈഡ് ആയി തുടങ്ങി. നമ്മൾ പതുക്കെ കയറിയിട്ടാ, കടലിൽ കയറി. പക്ഷേ ഒരു 1.5-3 മണിക്കൂറോളം കടലിൽ കിടന്നു നീന്തി. റിലാക്സേഷൻ്റെ പീക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു നല്ലൊരു ഡിന്നർ കഴിക്കാനായിട്ട് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 സ്റ്റാർ അല്ല, 7 സ്റ്റാർ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞാൽ ഹോട്ടലിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകണ്ട. എന്തായാലും നല്ല അടിപൊളി സൺസെറ്റ് ഇടാ. ഭൂമിയിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാ നമ്മൾ കരീബിയൻസ്. നമ്മൾ കരീബിയൻസിന് അങ്ങനെ ഒരു വില കുറച്ച് കാണാനിരിക്കോ. ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ബീച്ച് ലൈഫ് ഉള്ള അവിടെ എന്ന് പറയുന്ന ആൾക്കാരടുത്ത് പറയാം, ബീച്ച് ലൈഫ് ഒരു ബീച്ച് ലൈഫ് തന്നെയാണ് കേട്ടോ. രക്ഷയില്ല, വേറൊരു വൈബ്. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പോയി ഇന്ന് ഡിന്നർ കഴിക്കാൻ പോകട്ടെ. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇവിടുത്തെ പെട്രോളിൻ്റെ വില നമ്മുടെ അമേരിക്കയിൽ കാലിഫോർണിയയിലത്തേക്കാൾ റേറ്റ് ആട്ടോ.
നമ്മൾ കാലിഫോർണിയയിൽ യാത്ര ചെയ്തപ്പോൾ കപ്പിത്താനായി പോയപ്പോൾ 6.50 ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 5.89 എന്തായിരുന്നു കേട്ടോ. ഇവിടെ $6.75 1 ഗാലൻ പെട്രോളിന് വരണം കേട്ടോ. എന്തായാലും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഏകദേശം കണക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമുക്കിനി ടർക്സ് ആൻഡ് കായ്ക്കോസിലത്തെ ഡിന്നർ കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിന്നർ കഴിക്കാൻ ഇവിടുത്തെ ഒരു നല്ലൊരു റിസോർട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുക. ഗ്രേസ് ബേ ക്ലബ് അല്ല പേര് പറഞ്ഞാൽ, ഗ്രേസ് ബേ ക്ലബ്ബ് ടർക്സ് ആൻഡ് കായ്ക്കോസ്. നമ്മൾ കായ്ക്കോസ് പറഞ്ഞിട്ട് നമ്മൾ റിച്ച് ഫുഡ് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ സ്ഥലത്ത് വന്ന് ഡിന്നർ കഴിക്കാണ്ടാ. ജോബി ചേട്ടനും ചേച്ചിയൊക്കെ നമ്മളെ ഫുൾ സപ്പോർട്ടാണ്. നീ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഡിന്നർ കഴിക്കാണ്ട് പോകണ്ടെന്നാണ് ജോബി ചേട്ടൻ പറയണത്. അങ്ങനെ റിസോർട്ടിന്റെ ഏറ്റവും പിൻഭാഗത്താണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ കുളിച്ചിറങ്ങിയ ആ കടൽ തീരത്തിന്റെ സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത് കേട്ടോ. ഇവര് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും മനസ്സിലായിട്ടാ. ഇവര് പറഞ്ഞ റിച്ച് ആയിട്ടുള്ള ഡിന്നറാണ് സാധനപ്പ, നല്ല അടിപൊളി സെറ്റപ്പാണ്, നല്ല ആംബിയൻസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഓടിയില്ല. പക്ഷേ ഞാനിവിടെ നടന്നെടുത്തപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തത്. ഭയങ്കര ഹെവി ആംബിയൻസ് ആണ്. നമ്മുടെ നാട്ടിലത്തെ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണെങ്കിലും ഈവനിങ് സമയത്ത് ഒരു നൈസ് കാറ്റ്, തണുത്ത കാറ്റ് കൂടെ അടിക്കുന്നുണ്ട്. അപ്പം അതൊരു വേറൊരു പോസിറ്റീവ് എനർജിയാണ്. ഒപ്പം എന്താ പറയുക, ഇവിടുത്തെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കൂടി ആയി എങ്ങനെ ഉണ്ടാവും ഈ ഒരു ആംബിയൻസിൽ. അങ്ങനെ ഇവിടെ വരുമ്പോഴേക്കും ചെറിയ ചെറിയ പാട്ടുകളും, റോയൽ ഡിന്നർ ആണല്ലോ, അപ്പൊ ചെറിയൊരു മ്യൂസിക് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ആ ഒരു റിച്ച് ആംബിയൻസിൽ നിന്നിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തില്ല. കുറെ ചെറിയ ചെറിയ സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുള്ളൂ. എൻ്റെ പേഴ്സണൽ താല്പര്യത്തിൽ അമ്മച്ചി ഉണ്ടാക്കിയിട്ടുള്ള കപ്പയും ബീഫൊക്കെ എനിക്ക് താല്പര്യമെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു റിച്ച് ഡിന്നർ കഴിക്കണ്ടേ. അതുകൊണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അധികം ഒന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞു ചോദിച്ചതിൻ്റെ അടുത്ത്. അങ്ങനെ ഇവിടുത്തെ സീ ഫുഡ് വെറൈറ്റികളും നമ്മൾ പ്രിഫർ ചെയ്ത്, ഒപ്പം ചെറിയ പിസയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഭക്ഷണമായിരുന്നു. ഇവിടുത്തെ സീ ഫുഡ് എന്തായാലും ട്രൈ ചെയ്യണമെന്ന് ജോബിചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സീ ഫുഡ് ട്രൈ ചെയ്യാം, പക്ഷേ അമ്മിച്ചി ഉണ്ടാക്കിയിട്ടുള്ള കപ്പയും ബീഫും കഴിക്കാണ്ടൊരു സുഖമില്ലേട്ടാ ചോദിച്ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുറച്ച് ഇത് കഴിച്ചോ, എന്നിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് വീണ്ടും കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഓർഡർ ചെയ്ത്, ചെമ്മീനും പിസയും സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ച് നേരെ അമ്മിച്ചിയുടെ ബീഫും കപ്പയും കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോയി.